എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയി, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, നമ്മളാരും മലക്കുകളല്ല, നമ്മൾ പാപം ചെയ്യുന്നവരാണ്, ജീവിതത്തിൽ പിഴവ് പറ്റാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. അല്ലാഹുവേ, ജീവിതത്തിലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ചെയ്തു പോയ തെറ്റ് പടച്ചവനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, കള്ള് കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അഹങ്കാരത്തോടെ നടക്കുന്നവരുണ്ടല്ലോ. ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് പടച്ച റബ്ബിനോട് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, അവിടുന്ന് തൗബ ചെയ്താൽ ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത് കുല്ല ശൈഇൻ റഹ്മാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, അല്ലാഹുവിനോട് നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഈ അടിമയുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. എന്നിട്ട് പടച്ചവനോട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഇവന്റെ പാപം പൊറുക്കണേ തമ്പുരാന്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നിട്ട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്നവരുടെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവരുടെ പ്രതിഫലമല്ല, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരുടെ പ്രതിഫലമല്ല, സുന്നത്ത് നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവരുടെ പ്രതിഫലമല്ല. അല്ലാഹുവേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തു പോയ ഒരു പാപമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ഈ ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, ഇവന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവനെ ശിക്ഷിക്കല്ലേ അല്ലാഹ്, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്.
നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് ജന്മം നൽകി ഇവന്റെ വാപ്പയുണ്ടല്ലോ, പടച്ചവര് ഇവന് ജന്മം കൊടുത്ത ഇവന്റെ പിതാവുണ്ടല്ലോ, അതാ ഇവന് വേണ്ടി ജീവിച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്തു ഇവനെ പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് പോറ്റി വളർത്തിയ ഇവന്റെ ഉമ്മയുണ്ടല്ലോ അല്ലാ, ആ മാതാപിതാക്കൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ നിനക്ക് സ്വർഗ്ഗം കിട്ടാൻ അവര് ദുആ ചെയ്യുകയാണ്. പടച്ചവരെ, നിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുകയാ. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ, ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, പടച്ചവനെ ഇവന്റെ ദുഃഖത്തിനും ഇവന്റെ സന്തോഷത്തിനും ഇവന്റെ കൂടെ കഴിയുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഇവന്റെ ഇണയുണ്ടല്ലോ, പടച്ചവനെ ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ആ പാവപ്പെട്ടവൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് അവിടുന്ന് മലക്കുകളെ നിർത്തുന്നില്ല, അവര് പറയുകയാ, അല്ലാഹുവേ, ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനോ, അവരോട് കരുണ കാണിക്കണം തമ്പുരാനോ, അവനെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ അല്ലാ, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആർക്ക് വേണ്ടിയെന്നറിയുവോ? ആർക്ക് വേണ്ടിയാണ്? പടച്ച റബ്ബിന്റെ മലക്കുകളോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാടാത്ത, ഒരു നിമിഷം പോലും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മാറ്റിവെക്കാതെ പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞ മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവനെയും ഇവന്റെ മാതാപിതാക്കളെയും ഇവന്റെ ഭാര്യ സന്താനങ്ങളെയും നീ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം, അത് കള്ളു കുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പലിശ തിന്നതാണെങ്കിലും എന്ത് വൃത്തികെട്ട് കാണിച്ചതാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നീ അതൊന്ന് ഏറ്റു പറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപത്തെ കുറിച്ച് നീ ഏറ്റു പറഞ്ഞാൽ, നീ, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ കുടുംബസമേതം സ്വർഗ്ഗം കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ഫാൻ ഇങ്ങോട്ട് വെച്ചു, ഫാൻ തിരിച്ചു വെച്ചു, എനിക്ക് വേണ്ട. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവന്റെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. നമുക്കാണെങ്കിൽ ദുആ ചെയ്യാൻ മടിയാ, നമ്മളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ പേടിയാ, നമുക്ക് മടിയാ. അല്ലാഹുവിന്റെ മുന്നിൽ കൈയുയർത്താൻ സമയമുണ്ടോ നമുക്ക്? ഉസ്താദന്മാര് പറയും ദുആ ചെയ്യണം, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്താലുള്ള പ്രതിഫലം അറിയോ? നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്നു റബ്ബേ,
ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും, പടച്ചവന് സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ, നീ അവനൊക്കെ പുറത്തു കൊടുക്ക് റബ്ബേ, അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക് റബ്ബേ എന്നും മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മളോ പള്ളിയിലെ ഖതീബ് പാപം ജുമാ നിസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്, ജുമായ്ക്ക് പോയതാ വെള്ളിയാഴ്ച. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഇറങ്ങി ഓടുക. സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണല്ലോ, ഓട്ട മത്സരമാണല്ലോ. ആരാപ്പ ഇരിക്കണത്? കുറച്ചു പേര് ഇരിക്കാറില്ല, പിന്നെ ചിലരിയ്ക്കും. അവരുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ 2 കാലങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. ഒരു കൈ നേരെ പിടിക്കുമോ? ഈ ആമീൻ ഉസ്താദിന് തന്നെ തോന്നുന്നു ഞാൻ ആർക്ക് വേണ്ടി അല്ലാ ഈ ദുആ ചെയ്യണമെന്ന്. കാരണം പള്ളിക്കാട്ടിൽ ഇരിക്കണ പോലെ ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറില്ല. ചിലരുടെ കൈ പിടിച്ചിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരിപ്പ ഇങ്ങനെ തറയിലിട്ടിരിക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. ഒന്ന് ആലോചിച്ചു സഹോദരൻ, നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയും. ഇഖ്ലാസ് വേണ്ടേ? എടാ, ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യമാ ഉസ്താദെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്? എടാ, ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും 3-4 കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താ അപ്പൊ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്? ഇതെന്താ പടച്ചവൻ? അപ്പോഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത ദുആ ഉണ്ടല്ലോ, ആ ദുആയ ഇത്. അന്ന് നീ ചോദിച്ചപ്പോ കിട്ടിയില്ല, അന്ന് നീ ചോദിച്ചപ്പോ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇന്ന് അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ആഖിറത്തിൽ കിട്ടും. അപ്പൊ ഒന്നുകിൽ ദുആ ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചോദിച്ചത് അല്ലാഹു തരും, അതല്ലെങ്കിൽ 2 ആഖിറത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ 3 എന്തെങ്കിലും അല്ലാഹു നിനക്ക് തരും. ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറിനെങ്കിലും അല്ലാഹു തട്ടിമാറ്റും. ഇതാ അല്ലാഹ്, ഇതാണ് പടച്ച റബ്ബ്. പക്ഷെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ചുമ്മാതെ ചാടിക്കേറി ഇരുന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദയോടുകൂടി അതബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമയെ പോലെ നിൽക്കണം. യാചിക്കുന്നവനെ പോലെ പഞ്ചായത്തിൽ പോകും, മുനിസിപ്പാലിറ്റി പോകും, ഗവൺമെന്റ് ഓഫീസുകളിൽ പോകും. എന്നിട്ട് നിൽക്കുന്നത് കാരണം സാറേ സാറേ സാറേ, എന്തൊരു താഴ്മയെന്നറിയോ? എടാ, ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി എന്തിന് കോവിഡ് വന്നാൽ ഇപ്പൊ എന്തെങ്കിലും മറ്റേ ഇൻസുലിൻ എന്തെടുക്കല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവില്ലേ, അവന്റെ മുന്നിൽ പോയി വളയുക. എന്നാൽ നിന്നെ പടച്ച അള്ളാടെ മുന്നിൽ ആ താഴ്മയുണ്ടോ? ഇല്ല, അല്ലാഹുവിനോട് കാണിക്കുന്നില്ല. ദുആ ചെയ്താ സ്വീകരിക്കണോ? ദുആ ചെയ്താ സ്വീകരിക്കണോ? ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ? എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദേ, പിന്നല്ലേ. ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ല. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണ? ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ. ഇങ്ങനെ കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ ബൊഫേ സിസ്റ്റം, എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ.
അതിന് പോകുന്നവനെ മടലി വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില്, ഇബ്ലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാവരും കൂടിക്കോ, പോയി ഇരുന്ന് തിന്നോ. പടച്ചവന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ അൽ ജിൻസ് യമീലുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ, അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ്, എന്റെ മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കൾ, ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്കും, ഓളത് തിന്നൂല. എന്തിനും മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി. ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ. അല്ലാഹുവേ, അഹങ്കാരത്തോടെ ചെയ്തതല്ല.
എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ചറപ്പിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗത്തിലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്? നിങ്ങളുടെ തൗബയെ പിന്തിപ്പിക്കല്ലോ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ. കാരണമെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തൗബയെ കുറിച്ച്. പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപം പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയോ. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് വന്നിട്ട് പറയുകയാ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ പോലെ പറയുന്നു പോ മായിസ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പോ മായിസ് എന്ന് പറഞ്ഞു പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. പോയി തൗബ ചെയ്യട്ടെ, പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നാട്ടി വിടുകയാണ്. പക്ഷേ മായിസിന് സമാധാനമില്ല. രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബ. സ്വഹാബികൾ പറഞ്ഞു, നബിയേ, മായിസ് റളിയല്ലാഹു തആല അൻഹു കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. പടച്ചവനെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. എനിക്കറിയാ നബിയേ, എനിക്കറിയാ നബിയേ, എന്നിട്ടും ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവിടത്തെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ? മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് കഴിയില്ല നബിയേ. ഒരു വ്യഭിചാരിയെ പോലെ, ഒരു പാപിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് പേടിയാ നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പേടിയാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോ പടച്ച റബ്ബേ, സ്വഹാബികൾ അവിടെ നിന്ന് ഏറ് തുടങ്ങി, സ്വഹാബികളെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. മായിസ് റളിയല്ലാഹു തആല വേദന സഹിക്കാൻ കഴിയാതെ ഓടുകയാ. തങ്ങള് വേദന സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവരെ, സ്വഹാബ
സഹാബികൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. പ്രവാചകന് സമാധാനമായി, പ്രവാചകന് സമാധാനമായി. കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ട് വരുന്നു മായിസ്. യാ റസൂലല്ലാഹ്, അറിയാതെ ഓടിപ്പോയതാ നബിയേ. ശരീരം വേദനിച്ചപ്പോ ഓടിയതാണ് നബിയേ. ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിക്കകത്ത് എന്നെ ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഇവിടെ വെച്ച് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതുകൊണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ, അതാ ഒരു പെണ്ണ് കിടന്നു വരികയാ. ഇവനെ എറിഞ്ഞു കൊന്ന കഥ കേട്ടപ്പോ ഒരു പെണ്ണ് കിടന്നു വരികയാണ് നബിയേ. രണ്ടാമത്തെ പ്രതി ഞാനാ. എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, എനിക്കുള്ള ശിക്ഷ തരാറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലോ, നീ പ്രസവിച്ചു കഴിഞ്ഞു വരാറ് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. അവിടെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. പ്രവാചകൻ അവിടെ പറഞ്ഞു, നീ പാല് കൊടുക്കൂ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പടച്ചവനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്. അവസാനം തന്റെ കുഞ്ഞ് പാല് കുടി നിർത്തിയപ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമെത്തിയപ്പോ ആ ചോര കുഞ്ഞുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മറ്റുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഭക്ഷണം കഴിക്കാ തുടങ്ങി നബിയേ. എനിക്കുള്ള ശിക്ഷതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയടാ. കണ്ണു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും എത്ര വലിയ വലിയ അപരാധം ചെയ്തവനാണെങ്കിലും നീ മടി കാണിക്കണ്ട. നിനക്കൊരു പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കഴിയുമോ? നിന്റെ അല്ലാഹരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തിട്ട് സ്വർഗം കൊടുത്തവനാ. ജീവനോടെ എന്റെ പൊന്നാര പെമ്മക്കളെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മയ്യത്തിനെ വ്യഭിചരിച്ചവന് പടച്ച റബ്ബ് പുറത്തു കൊടുത്തില്ലേ? പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്നു, നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാറ്, എന്നോടൊന്ന് ഏറ്റു പറയാറ്. ചെയ്തു പോയത് മുഴുവനും എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാറ്. അവരോട് പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് മലക്കുകളുടെ ദുആ വേണോ? നാളത്തേക്ക് മാറ്റി വെക്കല്ലേ. കാരണം നാളെ നീ ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഈ മക്കാമിന്റെ മുന്നിൽ ഇരുന്നിട്ട് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നിലവിളി
വിളിക്കണമെന്നില്ല. പറയേണ്ടത് ആത്മാർത്ഥത വേണം ചെറുപ്പക്കാരാ, ഇഖ്ലാസ് വേണം മോനെ. ഇഖ്ലാസോടുകൂടി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹയാണെങ്കിലും പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഒരു ചരിത്രം പറയട്ടെ, ഒരുപാട് കേൾക്കുന്ന ചരിത്രമല്ലോ, എങ്കിലും ചെറുപ്പക്കാരോ ആകാൻ വേണ്ടി ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനതകൾ കടന്നു വരികയാണ്. ജനങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ വെള്ളത്തിന്റെ ക്ഷാമമാണ് നബിയേ, കുടിക്കാ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾ പോലും വലിയ പ്രയാസത്തിലാണ് നബിയേ, അതുകൊണ്ടൊരു പരിഹാരം കാണണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. പടച്ചവനെ അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുന്നിലേക്ക് പോയിരുന്നു. ചരിത്രം പറയുകയാണ് 70,000-ൽ പരം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ, അല്ലാഹുവേ മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസമാ അല്ലാ. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. പടച്ചവനെ മഴ വരുന്നില്ല, അടയാളം കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ പെയ്യില്ല മൂസാ. കാരണം എന്തെന്നറിയോ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിലോ 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയുണ്ട്. അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തരും 40 വർഷമായിട്ട് മറന്നു നടക്കുന്നവനോ അവനീ സദസ്സിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ, അവൻ എഴുന്നേറ്റ് പോകാൻ പറ. അല്ലാഹുവേ മൂസാ നബി വിളിച്ചു പറയുകയാ, ആരാ? അല്ലാഹുവിനെ 40 കൊല്ലമായി മറന്നു നടക്കുന്ന ഒരു വൃത്തികെട്ടവനീയ സദസ്സിലുണ്ട്. ഒരു ഭാവിയായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. മൂസാ നബി ഇവിടെ നിന്ന് പറഞ്ഞു കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്. ഈ വൃത്തികെട്ടവനാരാ? ഇത്രയും വലിയ പാവി ആരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പോഴാണ് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനവിടെ ചിന്തിച്ചു, അല്ലാഹ് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ അറിയുമല്ലോ, നാണം കെടുമല്ലോ. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ. ആ മനുഷ്യനവിടുന്ന് തന്റെ കുറ്റബോധം വരികയാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് വരികയാണ്. ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ തന്റെ മുട്ടിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇന്നുവരെ ചെയ്തത് പാപമാ അല്ലാഹ്, സമ്മതിക്കുന്നു അല്ലാഹ്, കുറ്റബോധമുണ്ട് റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. എങ്ങനെയാണ് ചെയ്തു പോയ പാപങ്ങൾ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കതുപോലും അറിയില്ല അല്ലാഹ്. എങ്കിലും ഞാൻ പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. ഇനി ഒരിക്കലും നിന്നോട് ഞാൻ എതിര് പ്രവർത്തിക്കില്ല. ഇന്നുവരെ ചെയ്തത് പുറത്തുതാ അല്ലാഹ്, ഇന്നുവരെ ചെയ്തത് എനിക്ക് പുറത്തുതാ അല്ലാഹ്.
എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാ എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ പാപം പൊറുത്താൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആകാശത്ത് കാർമേഘം വരികയാണ്. ജനങ്ങൾ മുഴുവനും മഴ വരുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ടവരോടുകയാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, റബ്ബേ ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ. അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മൂസ നബിയേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ആ മനുഷ്യൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പടച്ച റബ്ബിനെ പേടിച്ച് 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ആരെങ്കിലും അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അവന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണല്ലോ, പള്ളിയിലെ ഖതീബിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണല്ലോ. ഉസ്താദ് അവിടെന്ന് ഫാത്തിഹ ഓതുമല്ലോ. മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മൾ നമസ്കരിക്കാൻ പോകും. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ ഓതും, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷം ഉസ്താദ് പറയും ആമീൻ വലല്ലാലീൻ ആമീൻ. ആ ആമീൻ എന്ന് പറയുന്ന സമയം ആരാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ആമീൻ പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.